ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വാല്യുവേഷനെ കുറിച്ചും വാല്യുവേഷൻ മുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ അത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെങ്കിൽ ഞാൻ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് ഒന്ന് കണ്ടിട്ട് തുടർച്ചയായിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ക്ലാസ്സിലെ വാല്യുവേഷൻ ചെയ്യുന്ന രീതി, എത്ര പേപ്പർ ടീച്ചേഴ്സൊക്കെ നോക്കും, IT പേപ്പർ നോക്കുന്നത് എങ്ങനെ, അങ്ങനെ കുറിച്ചുള്ള എത്ര സമയമാണ് അവർ ഓരോ പേപ്പർ നോക്കുന്നത്, ഇവിടെയൊക്കെയാണ് വാല്യുവേഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തത്. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ക്ലാസ്സിൽ ഒരു 10 അധ്യാപകരും ഒരു ചീഫും ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടാവും? ഒരു 10 വാല്യുവേഷൻ ചെയ്യാനായിട്ട്, പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് ഒരു 10 അധ്യാപകരും ഒരു ചീഫും ഉണ്ടാവും. ചീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സീനിയർ അധ്യാപകനായിരിക്കും. കാരണം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു അധ്യാപകനായിരിക്കും ചീഫ് എന്ന് പറയുന്നത്. ഓരോ അധ്യാപകൻ്റെയും പേപ്പർ നോക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 80 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ 12 പേപ്പറാണ് ഒരു ടീച്ചർ ഒരു ഉച്ചവരെയുള്ള സമയം നോക്കുന്നത്, അല്ലേ? അപ്പോൾ 40 മാർക്കിൻ്റെ ആണെങ്കിൽ 18 പേപ്പറുമാണ് നോക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ നോക്കുമല്ലോ, ഒരു അധ്യാപകൻ ഇപ്പോൾ 12 പേപ്പർ നോക്കുന്നു. അതുപോലെ ആ ഒരു ക്ലാസ്സിൽ 10 അധ്യാപകരുണ്ട്. ആ 10 അധ്യാപകരോട് നോക്കുന്ന ആകെ പേപ്പറുടെ എണ്ണം എന്ന് പറയുന്നത് 120 അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 10 അധ്യാപകരുണ്ട്. അവർ ഒരു ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കവറിനുള്ളിൽ വരുന്ന 12 പേപ്പർ നോക്കുമ്പോൾ 12 × 10 120 പേപ്പറാണ് ഉച്ചവരെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു 20% പേപ്പർ എന്ത് ചെയ്യുന്നു? ഈ ചീഫ് വാല്യൂ ചെയ്യും. ഇപ്പം നമ്മൾ ഒരു റൂമിൽ 10 ടീച്ചേഴ്സ് ഇരിക്കുകയാണ്. ആ 10 ടീച്ചേഴ്സിൻ്റെ നിന്ന് ചിലപ്പോൾ ഇടയ്ക്കൊന്നും മുറയ്ക്കൊന്നും ഓർഡറൊന്നുമില്ല, ആ ചീഫ് വന്നിട്ട് 2 പേപ്പർ വീതം അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പോൾ എല്ലാ പേപ്പറും റീവാല്യൂഷൻ ചെയ്യില്ല. ആ ചീഫിന് തോന്നിയ പേപ്പറുകൾ, അത് ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ടോ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ടീച്ചർ 12 പേപ്പർ നോക്കി അവിടെ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ടീച്ചർ ഇങ്ങനെ കലർത്തിയിട്ട് അതിൽ നിന്ന് 2 പേപ്പർ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. അതുപോലെ 10 ടീച്ചേഴ്സിൽ നിന്ന് 2 പേപ്പർ വെച്ചിട്ട് ഒരു 20 പേപ്പർ ഈ അധ്യാപകർ റീവാല്യൂ ചെയ്യുന്നു. ഈ റീവാല്യൂ മുഴുവൻ പേപ്പറും റീവാല്യൂഷൻ ചെയ്യില്ല കേട്ടോ. ഇതിലൊരു 20 പേപ്പർ, അത് ആർക്കൊക്കെ ലക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു ഭാഗ്യമായിരിക്കാം, ഒരു നിർഭാഗ്യമായിരിക്കാം. ഈ 20 എണ്ണം കിട്ടുമ്പോൾ ആ ചീഫ് ഉച്ചയ്ക്ക് ചീഫ് ഈ 20 പേപ്പർ ചെക്ക് ചെയ്യുന്നു. അപ്പം 120 പേപ്പർ 10 അധ്യാപകർ ചെക്ക് ചെയ്തതിൽ 20 പേപ്പർ വീണ്ടും ഏതെങ്കിലും 20 പേപ്പർ ഈ 10 പേരിൽ നിന്ന് ഷഫിൾ ചെയ്ത് മേടിക്കുന്ന ഒരു 20 പേപ്പർ ചീഫ് വീണ്ടും റീവാല്യുവേഷൻ ചെയ്യുന്നു. റീവാല്യുവേഷൻ ചെയ്യുന്ന വേറൊന്നിനുമല്ല, ഈ അധ്യാപകർ നന്നായിട്ടാണോ പേപ്പർ നോക്കിയിരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഇവിടെ വിദ്യാർത്ഥിക്ക് മാർക്ക് കൊടുക്കാനുള്ളിടത്ത് മാർക്ക് കൊടുത്തില്ലെങ്കിൽ, അപ്പോൾ അധ്യാപകരെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനൊരു പരിപാടി അതിനകത്തുണ്ട്. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവർ ആ ചീഫ് അധ്യാപകനെ ഏൽപ്പിക്കുകയും അവിടെ വെച്ച് ഈ അധ്യാപകൻ ഇതിങ്ങനെ എടുത്തിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്ത് ഒരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. അന്നുള്ള ഇതിൽ ഒരു ടീച്ചർ നോക്കിയതിൻ്റെ പേപ്പറിൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതുന്നു, ആ സബ്ജക്റ്റിൻ്റെ പേര് എഴുതുന്നു, ആ മാർക്ക് എത്രയെന്ന് എഴുതി ഈ ചീഫിനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പേപ്പർ നോക്കി കഴിഞ്ഞിട്ട് അധ്യാപകർക്ക് നല്ല പണിയാട്ടോ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതൊരു ചില്ലറ പണിയൊന്നുമല്ല. ഇതിൽ ഇവർക്ക് എന്തെങ്കിലും നോക്കി റീവാല്യൂ ചെയ്യുന്ന പേപ്പറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു കുട്ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിസ്സാരനാണ്. അപ്പോൾ ഉത്തരവാദിത്തോടു കൂടി തന്നെയായിരിക്കും അധ്യാപകർ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്.
അല്ലാതെ അവർ വെറുതെ നോക്കി പോവുകയല്ല. അപ്പോൾ ചീഫിൻ്റെ കയ്യിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് മാർക്ക് ഇടാനുള്ളത് ചില മാർക്കിടും. അതുപോലെ തന്നെ മോഡറേഷനൊക്കെ ഇടാനുള്ളിടത്ത് ആ കുട്ടിക്ക് ഇതാ ഒരു മാർക്കിന് കിട്ടി A+ ആവുമല്ലോ, നമുക്കൊരു മാർക്കും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ചെയ്യാം. അപ്പോൾ എല്ലാം ഈ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ അധ്യാപകരും ചീഫുകളും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ 20% പേപ്പറിൽ ചിലപ്പോൾ നിങ്ങളുടെ പേപ്പർ പെടാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചില രജിസ്റ്റർ നമ്പർ ഇത് ലൂസ് കെട്ടൊക്കെ കാണും. ചില്ലർ പേപ്പറായിരിക്കും. ഈ ഒരു 12 പേപ്പർ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ഇത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിലൊരു 12 പേപ്പർ ഒരു പേപ്പർ വന്നിട്ട് കുറച്ച് പേപ്പർ ലൂസ് കെട്ടായിട്ടായിരിക്കും. ചില പേപ്പറുകൾ അഴിഞ്ഞിരിക്കുന്ന പേപ്പറുകളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവർ നല്ല രീതിയിൽ തന്നെ നോക്കും കേട്ടോ. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ അധ്യാപകർ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും ചീഫിന് കാണിക്കും. ചീഫ് റീവാലുവേഷൻ ചെയ്യാൻ എവിടെയെങ്കിലും മോഡറേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ മോഡറേഷൻ കൊടുക്കും. അതെല്ലാം ചീഫിൻ്റെ ഉത്തരവാദിത്തത്തിൽ അവരുടെ അധ്യാപകരുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് IT ലാബിലേക്ക് പോവുകയും അതേ സ്കൂളിൽ തന്നെ ഇതിന് അപ്ലോഡ് ചെയ്യേണ്ട അതിന് ചുമതലപ്പെടുത്തിയ അധ്യാപകർ അവിടെ ഉണ്ടാവും. അവർ അന്ന് തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും മാർക്കും അപ്ലോഡ് ചെയ്യുന്നു. എവിടേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? നമ്മുടെ പരീക്ഷാ ഭവനിലേക്ക്. ഇങ്ങനെയാണ് അന്നെന്നുള്ളത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അവരുടെ അന്നുള്ള പേപ്പർ നോക്കുന്നതിൻ്റെ മാർക്ക് ടീച്ചേഴ്സ് കൊടുക്കാനുള്ളതും അവർ അപ്ലോഡ് ചെയ്യാനുള്ളതും ഒക്കെ അന്നുള്ള പരിപാടികളാണ്. അത് അന്നുള്ള പരിപാടികൾ അന്നു തന്നെ തീർത്തിട്ടാണ് ഈ ടീച്ചേഴ്സ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്രയൊക്കെ പേപ്പർ നോക്കിക്കഴിഞ്ഞു അതിൻ്റെ എല്ലാ മാർക്ക് എവിടെ എത്തിക്കഴിഞ്ഞു? ബോർഡിലെത്തിക്കഴിഞ്ഞു. അവിടെ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറേ പരിപാടികളുണ്ട്. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ദിവസത്തെ വാല്യുവേഷനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അറിയുന്നു. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മുടെ SSLC അതുപോലുള്ള പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഇത് നടക്കാത്ത രീതിയിലാണ് വാല്യുവേഷൻ ചെയ്യുന്നത് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനും അതിൻ്റെ പ്രോസസ്സിങ് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും ചാനലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.